നമ്മളൊരു ഗിഫ്റ്റ് കൊടുത്തപ്പോ നമുക്ക് തിരിച്ചൊരു സാധനം ഇവിടെ നമ്മുടെ അടുപ്പ് മോശമായതിന്റെ വീഡിയോ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ പുതിയ അടുപ്പ് നമ്മൾ ബോച്ചേട്ടനെ കൊണ്ട് ഓർഡർ ചെയ്യിച്ചു അല്ലേ? ഇതെന്താ ഇതിങ്ങനെയൊക്കെ? ഇതൊക്കെ ഓൺലൈനില് ട്രക്കിങ്ങിനൊക്കെ പോകുന്നവർക്ക് ഇവിടെ ഓർഡർ കൊടുത്ത കിട്ടുന്ന സാധനം സ്റ്റവ് മേടിച്ചതാണ്. ബോച്ചേട്ടനാണ് മേടിച്ചത്. നമ്മളിത് ഒരാൾ സജസ്റ്റ് ചെയ്ത് തന്നു കഴിഞ്ഞപ്പോൾ ഇതെന്തത്? അതാണോ സ്റ്റവ്? ആ സ്റ്റവ്. ഓക്കെ ഓക്കെ. ട്രക്കിങ്ങിന് ഒരുപാട് പിള്ളേർ ഇപ്പോൾ നാട്ടിൽ നിന്ന് വരുന്നുണ്ട്. അതെ, അന്നപൂർണ്ണ ബേസ് ക്യാമ്പ് ഒരു ട്രെൻഡായി ഇപ്പോൾ നാട്ടില്. എത്ര ഒരു ദിവസം ഇവിടെ ഒരു 50-60 ഫോൺ കോൾ വരെ പൈസ മാറാനും ടിക്കറ്റ് ബുക്ക് ചെയ്യാനും കറൻസി എക്സ്ചേഞ്ച് ചെയ്യാനും അവിടെ ചെന്നിട്ട് ഭാഷ അറിയാത്ത പ്രശ്നം. ഇത് കഫേയാണോ? ഇല്ലില്ല, ഒരു ബോച്ചേട്ടനാ ചെയ്യുന്നത്. അതാണ് ഞങ്ങൾക്ക് അറിയുന്നത്. ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ ഇവിടെ മനസ്സിലായിക്കോളൂ. അതെ അതെ, അത് ശരിയാ. ഞങ്ങളൊന്നും ഉദ്ദേശിച്ചില്ല. ഞങ്ങൾക്ക് ഒരു സ്റ്റവ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഓൻ നല്ല എന്താ പറയാ ബോച്ചേട്ടൻ പറഞ്ഞൊരു പയ്യനില്ലേ, മാനുവൽ ഉണ്ടോ? ഓ കൊള്ളാലല്ലേ? നമ്മുടെ വീട്ടിലെ അഡ്രസ് കൊടുത്തു വരും. ഇനി ഞാൻ ഓർഡർ ചെയ്ത് നമ്മൾ വണ്ണ സ്റ്റവ് ആയിരുന്നു. ഇതിപ്പം എന്താണ് സിലിണ്ടർ ഫ്രീ ഉണ്ടല്ലോ. ഓ, സിലിണ്ടർ അയച്ചിട്ടുള്ളത്. അതായത് നമ്മുടെ വണ്ടർവൺ അവര് സെറ്റ് ചെയ്തായിരുന്നു. ഇതാണ് നമ്മുടെ സ്റ്റവ്. ഫൈനലി നമ്മള് മണ്ണെണ്ണ സ്റ്റവ് കളഞ്ഞു. അതെ അതെ, കളഞ്ഞു. അത് കളഞ്ഞു. അത് ഫുള്ള് ഡീസലൊക്കെ. അതിന് ഓ, ഇതിങ്ങനെ വർക്ക് ചെയ്യുന്നതൊക്കെ ഇതിനകത്തല്ലേ? ഒരു സിലിണ്ടർ നമുക്ക് എക്സ്ട്രാ മേടിക്കാൻ കിട്ടുമോ? 4 കുറ്റിയുണ്ട് അല്ലേ? 4 ചെറിയ 4 സ്പ്രേ സുഖമായി. നമ്മുടെ വയനാട് നിന്ന് വന്ന് 2 പേര് ഓർഡർ എത്തി കഴിഞ്ഞപ്പോൾ അവരുടെ സ്റ്റൗ നേപ്പാളിൽ നമ്മുടെ വീട്ടിലെത്തി ഓർഡർ ചെയ്ത് സ്റ്റൗ 3 മൊത്തം എത്ര കോസ്റ്റ് വരുന്നേ? എത്ര കോസ്റ്റ് വന്നത് ഇത്? 2813 നേപ്പാളില്ലേ? അവൻ പറഞ്ഞായിരുന്നു ഏകദേശം അത്രയ്ക്ക് വരികയാണ്. പക്ഷെ നല്ല പെർഫോമൻസ് എന്ന് പറഞ്ഞു. ബില്ല് കാണും ഇതിലൂടെ. അപ്പോൾ ഇതാണ് ട്രെക്കിങ്ങിനൊക്കെ പോകാൻ പറ്റിയ പിള്ളേർക്ക്. ഇതിനിപ്പോൾ എങ്ങനെ യൂസ് ചെയ്യുന്നുള്ള പഠിക്കണമല്ലോ. അത് ഞാൻ ഇപ്പോൾ മറ്റേ അണ്ണം വരുമ്പോൾ സെറ്റ് ചെയ്ത് തരും. അണ്ണം വരും മറ്റേ പിന്നെ അണ്ണം വരുമ്പോൾ അപ്പൊ ഇനി മുതൽ നമ്മള് മറ്റേ എന്താ പറയാ ടാസ്ക് ഇല്ല. ഈ സാധനം നമുക്ക് ഇവിടുന്ന് കിട്ടും. പിന്നെ ഇതോ ആണോ? വയനാട് നിന്ന് എത്തിയൊരിതാ നേപ്പാളിലെ നമ്മുടെ വീട്ടില്. ഞങ്ങൾ വെറും കൈ ഇവിടെ വന്നിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കാൻ ഞങ്ങൾ എന്ത് ഉപ്പ്. ഓക്കെ, താങ്ക് യു സോ മച്ച്.